ഹലോ എവരി വൺ, വെൽക്കം ടു സ്കൂളി. എൻ്റെ പേര് ജീന ബിയൽ. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് CBSE 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷനിലെ ഇമേജ് ഫോർമേഷൻ ടോപ്പിക്കാണ്. ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കോൺകേവ് മിറർ എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ കോൺകേവ് മിറർ? എ കോൺകേവ് മിറർ ഈസ് എ സ്പെറിക്കൽ മിറർ വിത്ത് എ റിഫ്ലക്റ്റിംഗ് സർഫേസ് ദാറ്റ് ഈസ് കർവ്ഡ് ഇൻവേർഡ്. അതായത് ഇതൊരു റിഫ്ലക്റ്റീവ് സർഫസ് ഓഫ് കോൺകേവ് മിറർ എന്ന് പറയുന്ന റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് കർവ്ഡ് ഇൻവേർഡ് ആയിരിക്കും, ഒരു കേവ് പോലെ. അതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് കൺവേർജസ് പാരലൽ റേസ് ഓഫ് ലൈറ്റ് ടു എ സിംഗിൾ പോയിന്റ്. അത് പാരലലായിട്ട് വരുന്ന ലൈറ്റിന് എന്ത് ചെയ്യും? ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഈ മിറർ കൺവേർജ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്തെന്ന് പറയും? കൺവേർജിങ് മിറർ എന്ന് പറയും. അപ്പോൾ ഒരു കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെറിക്കൽ മിററാണ്. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കർവ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇറ്റ് കൺവേർജസ് പാരലൽ റേസ്. ഈ പാരലൽ റേസ് ഓഫ് ലൈറ്റിനെ സിംഗിൾ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു മിററാണ് എന്ത്? കോൺകേവ് മിറർ. അതുകൊണ്ട് ഇതിന് നമ്മൾ കൺവേർജിങ് മിറർ എന്നും പറയും. അങ്ങനെയാണെങ്കിൽ കൺവേർജിങ് മിറർ അല്ലെങ്കിൽ കോൺകേവ് മിററിൽ എങ്ങനെയാണ് ഇമേജസ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അത് നോക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ആദ്യത്തെ ടേമാണ് പോൾ. പോൾ എന്താ? സെൻറ്റർ ഓഫ് മിറർ സർഫസ്. മിററിൻ്റെ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലെങ്കിൽ മിററിൻ്റെ ഈ ഒരു സർഫസിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോൾ എന്ന് പറയുന്നത്. ദെൻ സെൻറ്റർ ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് ദി സ്പിയർ ഓഫ് വിച്ച് ദി മിറർ ഈസ് എ പാർട്ട്. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെറിക്കൽ മിററാണ്. അതായത് ഇതൊരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ വരുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിൻ്റെ സെൻറ്റർ പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ദെൻ പ്രിൻസിപ്പൽ ആക്സിസ്, ലൈൻ പാസിങ് ത്രൂ പി ആൻഡ് സി. പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് പറഞ്ഞാൽ പോൾ, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും ഇടയിലൂടെ പോകുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ദെൻ ഫോക്കസ്. ഫോക്കസ് എന്താ? പോയിന്റ് വെയർ rays parallel to principal axis meet after reflection. റിഫ്ലക്ഷന് ശേഷം പാരലൽ റേസ് പ്രിൻസിപ്പൽ ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അത് നമ്മൾ പറഞ്ഞു ഇതൊരു കൺവേർജിങ് മിററാണ്. പാരലായിട്ട് വരുന്ന റേസ് ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെന്ത് എന്തായിരിക്കും? ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. പോളും ഫോക്കസും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് ഫോർമേഷൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാവുന്ന കുറച്ച് റൂൾസ് നോക്കാം. അപ്പം 4 റൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത്, എ റേ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടൊരു റേ വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്ഷന് ശേഷം എന്ത് ചെയ്യും? പാസസ് ത്രൂ ദ ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ പാസ് ചെയ്തു പോവും. അതായത് ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോവുക. അതാണ് ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്. എ റേ പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ് പാസസ് ത്രൂ ദി ഫോക്കസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. പാരലായിട്ട് വരുന്ന റേ റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ പോകുന്നു. ദെൻ രണ്ടാമത്തെ റൂൾ എന്താ? എ റേ പാസിങ് ത്രൂ ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു റേ പാസ് ചെയ്ത് പോയാൽ അത് റിഫ്ലക്ഷന് ശേഷം അതേ വഴി തന്നെ തിരികെ കടന്നു പോകും. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു ലൈൻ പാസ് ചെയ്ത് പോയാൽ റിഫ്ലക്ഷന് ശേഷം അതേ ലൈൻ വഴി തന്നെ തിരിച്ചു പോകും. ഇതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേ പാസിങ് ത്രൂ ഫോക്കസ് റിഫ്ലക്ട് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്.
ഫോക്കസിലൂടെ പോകുന്ന റേ പാരലായിട്ട് കടന്നു പോകും. പാരലായിട്ട് കടന്നു വരുന്ന റേ ഫോക്കസിലൂടെ കടന്നു പോരുന്ന റേ പാരലായിട്ടുമായിരിക്കും തിരികെ പോവുക. അതാണ് മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. അടുത്ത് നാലാമത്തെ റൂൾ എന്താ? എ റേ ഇൻസിഡന്റ് അറ്റ് ദി പോൾ റിഫ്ലക്ട്സ് ഫോളോയിങ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം ആണെന്നാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. അപ്പോൾ പോളിൽ ഒരു റേ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് സെയിം ആംഗിൾ ഓഫ് റിഫ്ലക്ഷനിലായിരിക്കും. ഒരു ലൈറ്റ് വന്ന് ഇവിടെ പോളിൽ ഇൻസിഡന്റ് ചെയ്താൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന റിഫ്ലക്റ്റഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡന്റും ഈക്വൽ ആയിരിക്കും. അതാണ് നാലാമത്തെ റൂള് പറയുന്നത്. അപ്പം 4 റൂൾസാണ് നമുക്കുള്ളത്. ആദ്യത്തെ റൂൾ എന്താ? പാരലായിട്ട് വരുന്ന ലൈൻ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ അത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ തിരികെ പോകുന്നു. ഫോക്കസിലൂടെ പോകുന്നത് റിഫ്ലക്ഷന് ശേഷം പാരലായിട്ട് മടങ്ങിപ്പോവും. പോളിലേക്കാണ് വരുന്നതെങ്കിൽ പോളിൽ ഇൻസിഡന്റ് ചെയ്യുന്നത് പോളിൽ നിന്ന് സെയിം ആംഗിൾ ഓഫ് റിഫ്ലക്ഷനിൽ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ റൂൾസ്. 4 റൂൾസാണ് നമ്മൾ റേ ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട് 4 റൂൾസാണ് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി റേ ഡയഗ്രാംസ് നോക്കിയാലോ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെൻ ദി ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് നമ്മൾ ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമ്മുടെ ഇമേജ് എവിടെയായിരിക്കും വരിക നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ ഇൻഫിനിറ്റിയിൽ വെച്ചിരിക്കുകയാണ്. ഇൻഫിനിറ്റിയിൽ വെക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന റേസ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിട്ടുള്ള റേസ് ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ പാരലൽ റേസ് നമ്മുടെ റൂൾ നമ്പർ 1 എന്താ? പാരലൽ റേസ് ഫോക്കസ് വഴി പാസ് ചെയ്യും. അപ്പോൾ പാരലായിട്ട് വരുന്ന റേസ് എല്ലാം ഫോക്കസിൽ എന്ത് ചെയ്യുന്നു? കൺവേർജ് ചെയ്യുന്നു. അങ്ങനെ കൺവേർജ് ചെയ്ത് ഈ ഫോക്കസിലായിരിക്കും എന്ത് കിട്ടുക? നമ്മുടെ ഇമേജ് കിട്ടുക. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? ഹൈലി ഡിമിനിഷ്ഡ്, അതായത് വളരെ ചെറിയ ഇമേജ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. അതുപോലെ തന്നെ റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററിന്റെ ഈ സൈഡിൽ വരുന്ന ഇമേജസിന് റിയൽ ഇമേജസ് എന്നും മിററിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന ഇമേജസിന് നമ്മൾ വിർച്വൽ ഇമേജസ് എന്നും പറയും. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് റിയൽ ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകീഴായിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ എന്ത് ചെയ്യും? പാരലായിട്ട് റേസ് വന്ന് ഫോക്കസ് വഴി അത് കൺവേർജ് ചെയ്യും. ഫോക്കസിൽ ആ റേസ് എല്ലാം കൺവേർജ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന ഇമേജ് ഫോക്കസിലായിരിക്കും. അത് ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻവേർട്ടഡും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത് എവൻ ദ ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് സി, സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പുറകിലായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഇമേജ് ഫോർമേഷൻ? ഒബ്ജക്റ്റ് ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ, അതിന് കുറച്ച് പുറകിലായിട്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പാരലൽ റേസ് വരുന്നു, അത് ഫോക്കസ് വഴി പോകുന്നു. അതുപോലെ തന്നെ ഒരു റേ എന്ത് ചെയ്യുന്നു? സെൻറ്റർ ഓഫ് കർവേച്ചർ വഴി വരുന്നു, റിഫ്ലക്റ്റ് ചെയ്തതിനു ശേഷം സെൻറ്റർ ഓഫ് കർവേച്ചർ വഴി തന്നെ പോകുന്നു. ഈ റേസ് എല്ലാം എവിടെ വന്ന് കൺവേർജ് ചെയ്യുന്നു? ഇത് കൺവേർജ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ ഇമേജ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് ഈ കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് സിയുടെയും എഫിൻ്റെ ഇടയിലായിരിക്കും. ഈ ഒരു ഇമേജിൻ്റെ വലിപ്പത്തിനേക്കാളും ഈ ഇമേജ് എന്ത് ചെയ്യുക? ചെറുതാണ്. അപ്പോൾ ഇത് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ്. ഈ സൈഡിലായതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ ഇമേജാണ്. ഈ ഇമേജ് ഇങ്ങനെയാണ്, മുകളിലേക്കാണ് നിൽക്കുന്നത്. ഈ ഒബ്ജക്റ്റ് മുകളിലേക്കാണ് നിൽക്കുന്നത്, ഇമേജ് താഴേക്കാണ്. അപ്പോൾ ഇതൊരു ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് എവിടെ കിട്ടും? സിയുടെയും എഫിൻ്റെയും ഇടയിലായിട്ട് കിട്ടും. ഒബ്ജക്റ്റ് സിയുടെ പുറകിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ രണ്ടാമത്തെ റേ ഡയഗ്രാം. ഇനി മൂന്നാമത്തെ റേ ഡയഗ്രാം വെൻ ദി ഒബ്ജക്റ്റ് ഈസ് അറ്റ് സി. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നമ്മുടെ ഒബ്ജക്റ്റ് വെച്ച് നോക്കാം. നമ്മൾ ഓരോ പോയിന്റ് ഇങ്ങോട്ടും നീക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ സിയിലേക്ക് വെക്കുമ്പോൾ എന്താ സംഭവിക്കാം? പാരലൽ റേസ് വരുന്നു, ഫോക്കസ് വഴി പാസ് ചെയ്ത് പോകുന്നു. റൂൾ നമ്പർ 1. റൂൾ നമ്പർ 2, റൂൾ നമ്പർ 3,
റൂൾ നമ്പർ 3 എന്താ? ഫോക്കസിലൂടെ നമ്മുടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നു, പാരലായിട്ട് അത് തിരികെ പോകുന്നു. അപ്പോൾ ആദ്യം എന്താ ചെയ്തേ? പാരലായിട്ട് റേസ് വന്നു, ഫോക്കസിലൂടെ കടന്നുപോയി. ഫോക്കസിലൂടെ റേസ് വന്നു, പാരലായിട്ട് കടന്നുപോയി. ഇതെല്ലാം എവിടെ വന്ന് കൺവേർജ് ആവും? സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെ എന്ത് ചെയ്യാണ്? സെന്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ഇത് എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും നമുക്ക് ഫോം ചെയ്യുക? സെന്റർ ഓഫ് കർവേച്ചറിലായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. അതിന് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലാണ് നമുക്ക് ഇമേജ് കിട്ടിയത് അല്ലേ? അപ്പം നമ്മുടെ ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് സെയിം സൈസ് ഓഫ് എന്താണ്? ഒബ്ജക്റ്റ്. അപ്പം നമ്മുടെ സെയിം സൈസിലുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിന് ഈ സൈഡിലായതുകൊണ്ട് ഇത് എന്തായിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. ഇത് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിന് ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മുടെ ഇമേജ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് സെയിം സൈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും നമുക്ക് എങ്ങനെ കിട്ടുക? ഒബ്ജക്റ്റ് സിയിൽ വെച്ചാൽ കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒബ്ജക്റ്റിനെ വീണ്ടും ഇവിടെ നിന്നെടുത്ത് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക്, അതായത് സിയുടെയും എഫിൻ്റെയും ഇടയിലായിട്ട്, വെൻ ദി ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിയുടെയും എഫിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സിയുടെ എഫിൻ്റെയും ഇടയ്ക്കായിട്ട് നമ്മളിവിടെ ഇങ്ങനെ എഫിന് കുറച്ച് അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പാരലൽ റേസ് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. റൂൾ നമ്പർ 1, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന ലൈറ്റ്സ് റിഫ്ലക്ഷന് ശേഷം സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ തിരികെ പോകുന്നു. റൂൾ നമ്പർ 3. ഇതെല്ലാം കൂടെ എവിടെ നമുക്ക് മീറ്റ് ചെയ്യുന്നു? ഇത് മീറ്റ് ചെയ്യുന്നത് നമ്മുടെ ബിയോണ്ട് സിക്ക് പുറകിലായിട്ട് ഒരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ ഇമേജിൻ്റെ ഈ ഒരു റിഫ്ലക്റ്റഡ് റേസ് എല്ലാം കൂടെ എന്ത് ചെയ്യുക? കൺവേർജ് ആവുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയായിരിക്കും? ബിയോണ്ട് സി ആയിരിക്കും. ഈ ഒരു ഇമേജ് ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇമേജ് വളരെ വലുതാണ്. അപ്പം നമുക്കൊരു എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും എന്ത് ചെയ്യുക? കിട്ടുക. ഇത് ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. അപ്പം നമ്മൾ ഒബ്ജക്റ്റ് സിയുടെയും എഫിൻ്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. വലിയ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത് എങ്ങോട്ടാ വെക്കുകയാണ്? ഇപ്പം നമ്മൾ എഫിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിനെ എഫിലേക്ക് വെക്കണം. ഒബ്ജക്റ്റിനെ എഫിലേക്ക് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന റേസ് റിഫ്ലക്ഷന് ശേഷം സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ പോകുന്നു. പാരലൽ റേസ് ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഈ രണ്ട് റേസും എന്ത് ചെയ്യുന്നു? നമുക്കൊരു ഇൻഫിനിറ്റിയിലാണ് ഇത് മീറ്റ് ചെയ്യുന്നത്. ദെൻ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അതൊരു ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റെപ്പിൽ കിട്ടുക. ഒബ്ജക്റ്റ് ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻവേർട്ടഡും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് എഫിൽ നിന്ന് അതിനെ വീണ്ടും ഇങ്ങോട്ടേക്ക് നീക്കുകയാണ്. അപ്പോൾ പോളിൻ്റെയും ഫോക്കസിന് ഇടയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. വെൻ ദി ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ പി ആൻഡ് എഫ് ആണെങ്കിൽ എന്താ സംഭവിക്കാം? സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന റേസ് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ തിരികെ പോകുന്നു. ഇത് നമുക്ക് കിട്ടുന്നത്, ഈ ഒരു റേ നമുക്ക് വിർച്വൽ ആയിട്ടാണ് കിട്ടുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഈ ലൈൻസിനെ, നമുക്ക് ഇവിടെ കൂടെ പോകുന്ന ലൈൻസിനെ ജസ്റ്റ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്കായിരിക്കും നമുക്ക് കിട്ടുക. അതായത് മിററിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് ഇമേജ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനേക്കാളും വലിയ ഇമേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒബ്ജക്റ്റിനേക്കാളും വലിപ്പം കൂടിയതാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ സെയിം ഡയറക്ഷനിലാണ്, രണ്ട് മുകളിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് പിൻ്റെയും എഫിൻ്റെയും ഇടയിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് മിററിന് പുറകിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഇതൊരു ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ 6 എണ്ണമാണ് നമ്മുടെ റേ ഡയഗ്രാംസ് എന്ന് പറയുന്നത്.
അപ്പോൾ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമ്മുടെ പൊസിഷൻ ഓഫ് ദി ഇമേജ് എന്തായിരിക്കും? ഫോക്കസിലായിരിക്കും, അത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ബിയോണ്ട് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ, ബിയോണ്ട് ദി സി ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇമേജ്? ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ, എഫിൻ്റെയും സിയുടെ ഇടയിലായിരിക്കും നമ്മുടെ ഇമേജ് വരിക. അതിൻ്റെ നാച്ചർ എന്തായിരിക്കും? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിമിനിഷ്ഡും ആയിരിക്കും. ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ നമുക്ക് ഇമേജ് കിട്ടും അല്ലേ? അപ്പോൾ അതിൻ്റെ നാച്ചർ എങ്ങനെയായിരിക്കും? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും. ഒബ്ജക്റ്റിന് സെയിം സൈസിൽ തന്നെ നമുക്ക് ഇമേജ് കിട്ടിയത് എവിടെയായിരുന്നു? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വെച്ചപ്പോഴായിരുന്നു അല്ലേ? സെയിം സൈസും സെയിം പൊസിഷനും നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ കിട്ടി. ആകെയുള്ള വ്യത്യാസം എന്താ? നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടാണ് കിട്ടിയെന്നുള്ളതായിരുന്നു. പിന്നെന്താ വെച്ച് നമ്മൾ ബിറ്റ്വീൻ ദ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ വെച്ചു. ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? സെൻറ്റർ ഓഫ് കർവേച്ചറിന് പുറകിലായിട്ടാണ് നമുക്ക് കിട്ടുക. സെൻറ്റർ ഓഫ് കർവേച്ചറിന് പുറകിൽ വെച്ചപ്പോൾ നമുക്ക് എവിടെ ഇമേജ് കിട്ടി? ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ. നമ്മൾ ഫോക്കസിനും സെൻറ്റർ ഓഫ് കർവേച്ചറിനും ഇടയിൽ വെക്കുമ്പോൾ എവിടെ കിട്ടുന്നു? സെൻറ്റർ ഓഫ് കർവേച്ചറിന് ബിയോണ്ട് ആയിട്ട് കിട്ടുന്നു. കിട്ടുന്നതിൻ്റെ നാച്ചർ എന്തായിരിക്കും? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ മാഗ്നിഫൈഡ് എൻലാർജ്ഡ് ആയിരിക്കും, വലിയ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഇൻഫിനിറ്റിയിൽ വെച്ചപ്പോൾ നമുക്ക് ഫോക്കസിലാണ് ഇമേജ് കിട്ടിയത്. അപ്പോൾ ഫോക്കസിൽ ഇമേജ് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇമേജ് കിട്ടും? ഇൻഫിനിറ്റിയിൽ ഇമേജ് കിട്ടും. അത് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, അതുപോലെ തന്നെ മാഗ്നിഫൈഡ് ആയിരിക്കും, എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ വയ്ക്കുന്നത് പോളിൻ്റെയും അതുപോലെ തന്നെ പോളിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എവിടെയായിരിക്കും? മിററിൻ്റെ അപ്പുറത്തായിരിക്കും. ആ കിട്ടുന്ന ഇമേജ് റിയൽ ആയിരിക്കില്ല, കാരണം മിററിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് കിട്ടുക. അതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും, അൺഇറക്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒരു മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞത്.